ശങ്കുട്ടിദാസ്, ഇപ്പോൾ ശ്രീ ശിവദാസിന് മറുപടി നൽകാം. ഈ ഒരു ഫ്രീ ട്രേഡ് സമീപനം അതിൽ നിന്നും BJP ഗവൺമെന്റ് മാറേണ്ടതുണ്ട് എന്നുള്ള കാര്യം, അതോടൊപ്പം ഈ തീരുവ യുദ്ധത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന, അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും വലിയ ചുങ്കം നമുക്ക് ചുമത്താവുന്നതാണല്ലോ, അങ്ങനെ ഒരു മറുപടി നൽകാവുന്നതാണല്ലോ എന്നുള്ള ചോദ്യത്തിനും മറുപടി. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആ പരാമർശം വസ്തുതകൾ വേണ്ടവണ്ണം പരിശോധിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യക്കെതിരായിട്ട് ഡൊണാൾഡ് ട്രംപ് ആദ്യം തന്നെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നമ്മൾ ഓൾറെഡി തന്നെ വലിയ തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, വലിയ ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇറക്കുമതിക്ക് ഇപ്പോൾ തന്നെ 17% താരിഫ് ഇന്ത്യ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ആ 17% താരിഫിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യം 25% താരിഫ് ഡിക്ലെയർ ചെയ്തതും പിന്നെ റഷ്യയുമായിട്ടുള്ള സഹകരണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പീനൽ താരിഫായിട്ട്, അതായത് ശിക്ഷാപരമായിട്ടുള്ള നടപടിയായിട്ട് പിന്നീട് ഒരു 25% താരിഫ് ഇമ്പോസ് ചെയ്തതും. 17% താരിഫ്, വളരെ ഉയർന്നൊരു താരിഫ് നമ്മൾ ഓൾറെഡി തന്നെ ഇമ്പോസ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയെ കംപ്ലീറ്റ്ലി അങ്ങനെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് സമ്പൂർണ്ണമായിട്ടുള്ള കയറ്റുമതി നിരോധിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് നിലനിൽക്കാനൊന്നും സാധിക്കില്ല. കാരണം അമേരിക്കയുടെ പല നിർണായകമായിട്ടുള്ള മേഖലകളും ഇന്ത്യൻ കയറ്റുമതി കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിൻ്റെ ഡ്രഗ് ഹൗസ് ആണെന്നാണ് പറയുക. ലോകത്തിൻ്റെ മുഴുവൻ ഫാർമസിയാണ്. ലോകത്തിൻ്റെ മുഴുവൻ മരുന്നുകളുടെ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ 40% കയറ്റുമതി ഇന്ത്യയിലാണ് നിൽക്കുന്നത്. അതിൽ തന്നെ അമേരിക്കയിലാണെങ്കിൽ 20% ലൈഫ് സേവിങ് ഡ്രഗ്സ് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ അമേരിക്കയുടെ ആരോഗ്യ മേഖല സമ്പൂർണ്ണമായിട്ട് സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം നോക്കൂ, ഇന്ത്യ അമേരിക്കയുമായിട്ട് ഏതാണ്ട് $150 ബില്യൺ ട്രേഡ് ചെയ്യുമ്പോൾ $86 ബില്യൺ കയറ്റുമതി നമ്മൾ അങ്ങോട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേവലം $40 ബില്യൺ ഇറക്കുമതിയാണ് നമ്മൾ അവിടെ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രേഡ് ഡെഫിസിറ്റാണ് യഥാർത്ഥത്തിൽ ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. ഇത് പല തരത്തിൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും ഈ വെല്ലുവിളികളെ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മൾ നേരിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും നല്ല ഉദാഹരണം 2019 RCEP കരാറിൽ നിന്നുള്ള നമ്മുടെ പിന്മാറ്റം. അതായത് കാർഷിക മേഖലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്സിഡികൾ മുഴുവൻ പിൻവലിക്കണം, മിനിമം സപ്പോർട്ട് പ്രൈസ് പോലത്തെ സപ്പോർട്ടിംഗ് മെഷേഴ്സ് പിൻവലിക്കണം, ഈ ക്ഷീരമേഖലയിൽ അമേരിക്കയ്ക്ക് കംപ്ലീറ്റ് ആക്സസ് കൊടുക്കണം എന്നൊക്കെ ഉള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. പക്ഷേ നരേന്ദ്രമോദി പറഞ്ഞ 4 points ഓഫ് നോൺ നെഗോഷ്യബിലിറ്റി, 4 നെഗോഷിയേറ്റ് ചെയ്യാത്ത പോയിന്റുകളുണ്ട്. അതിലൊന്ന് കൃഷിയാണ്, ഒന്ന് മത്സ്യമേഖലയാണ്, ഒന്ന് ക്ഷീരമേഖലയാണ്, ഒന്ന് ഇടത്തരക്കാർ എന്നുള്ളതാണ്. ഈ 4 മേഖലകളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി കർഷകരുടെ സബ്സിഡി എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് മാറിയിട്ട് കർഷകർക്ക് നേരിട്ട് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫറിലൂടെ 11 കോടി കർഷകർക്ക് 3.5 ലക്ഷം കോടി രൂപ, 6,000 രൂപ അക്കൗണ്ടിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാർഷിക കയറ്റുമതി എന്ന് പറയുന്നത് 4.2 lakh crore ആണ്, 4.2 ലക്ഷം കോടിയാണ്, ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇത് കുറയ്ക്കണം എന്നുള്ള അമേരിക്കൻ ഡിമാൻഡിനെ വളരെ ശക്തമായിട്ട് എതിർക്കുകയും RCEPയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ 2019 തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ നടന്നിട്ടുള്ള മത്സ്യമേഖലയിൽ കൊടുക്കുന്ന സബ്സിഡികൾ വെട്ടിച്ചുറക്കണം എന്നുള്ള ആവശ്യത്തിന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇരുന്ന് അതിശക്തമായ പോരാട്ടം നടത്തിയിട്ട് ആ ഡിമാൻഡിനെ നമ്മൾ എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ മത്സ്യസമ്പദാ യോജനയിലൂടെ ലോകത്തിലെ 2ാമത്തെ വലിയ മത്സ്യ കയറ്റുമതി നടത്തുന്ന രാജ്യം നമ്മളാണ്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമേ എല്ലാ കാലത്തും അമേരിക്കയുമായിട്ട് നമ്മൾ ഇടപെട്ടിട്ടുള്ളൂ. ആ ഇടപാടിൽ എപ്പോഴും ഇന്ത്യക്കാണ് ആനുകൂല്യം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം. പിന്നെ ശ്രീ നിർമ്മൽ എബ്രഹാം പറഞ്ഞിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നോക്കൂ, നമ്മൾ ഡോളറിന് ബദലായിട്ട് ഡീഡോളറൈസേഷൻ അറിയാതെ നടപ്പാക്കുന്നൊന്നുമല്ല, അറിഞ്ഞോ അറിയാതെയൊന്നുമല്ല, വളരെ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിക് ഒരു നയമായി തന്നെയാണ് ഇപ്പോൾ RRR, ഇപ്പം നമ്മൾ ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള RRR, അതായത് ഡോളറിന് ബദലായിട്ട് 3 Rകളെ ശക്തിപ്പെടുത്തുക. ഇന്ത്യൻ റുപ്പി, ചൈനീസ് റിൻമിൻബി, അതേപോലെ തന്നെ റഷ്യൻ റൂബിൾ, ഈ 3 RRകളെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ബോധപൂർവ്വ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ റഷ്യയുമായിട്ട് കച്ചവടം നടത്തുന്ന സമയത്ത് റുപ്പിയിൽ ട്രാൻസാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റഷ്യ ചൈനയുമായിട്ട് കച്ചവടം നടത്തുന്ന സമയത്ത് റൂബിളിലോ അല്ലെങ്കിൽ യുവാനിലോ ട്രാൻസാക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഡോളറിന്റെ സർവാധിപത്യത്തെ വെല്ലുവിളിക്കുക എന്ന് പറയുന്ന ഒരു പോളിസിയുടെ ഭാഗമായി തന്നെയാണ്. അതേപോലെ ചൂണ്ടിക്കാണിച്ചത്. നോക്കൂ, അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ബ്രിക്സിന് ഒരു കോമൺ കറൻസി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് ടേം ഡിപ്ലോമസി അല്ല, അതൊരു ലോങ് ടേം ഡിപ്ലോമസിയാണ്. അത് എല്ലാ കാലത്തേക്കും ഇന്ത്യയുടെ മേലെ ബാധകമാവുന്ന, ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള വാണിജ്യ ഇടപാടുകളെയും സ്വാധീനിക്കുന്ന ഒരു സംഭവമാവും. ഇന്ത്യക്കൊരു സിംഗിൾ കറൻസി ഇല്ല, നമുക്കൊരു ബ്രിക്സിന് ഒരു കോമൺ കറൻസിയാണെന്നുള്ളത്. നമ്മുടെ നയം എന്ന് പറയുന്നത് ആരോടും വിധേയത്വമില്ല, നമ്മുടെ സോവർണിറ്റിയും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചൈനയോട്
സഹകരണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈനീസ് വിധേയത്വത്തിലേക്ക് പോകുന്നു, നമ്മൾ റഷ്യയോട് സഹകരണം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ റഷ്യൻ വിധേയത്വത്തിലേക്ക് പോകുന്നു എന്നല്ല. ഇവിടെ എല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു, അമേരിക്കയുടെ വലിയ ഭീഷണിയുണ്ട്, യൂറോപ്യൻ യൂണിയൻ്റെ ഭീഷണിയുണ്ട്, എന്നിട്ടും നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. എന്തുകൊണ്ട് ചെയ്യുന്നു? കാരണം എണ്ണ ഇറക്കുമതി കൊണ്ട് നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് $17 ബില്യൺ ലാഭം ഉണ്ടാവുന്നുണ്ട്. അത് ഇന്ത്യയിലുള്ള ആഭ്യന്തരമായിട്ടുള്ള ഇന്ത്യയുടെ സമ്പദ്ഘടനയെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ വെയിറ്റ് കൊടുക്കുന്നത്, അമേരിക്കയുടെ സൗഹൃദത്തിനല്ല. അതേപോലെ തന്നെ ചൈനയുമായിട്ട് ഇപ്പം നമ്മൾ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ഇന്ത്യയിൽ വലിയൊരു ഒരു വേക്കം വരാൻ പോവുകയാണ്. നമ്മൾ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ പോവുകയാണ്. അതിന് പല വിധത്തിലുള്ള പരിഹാരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിന്, നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കൺസംഷനെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടി വരും. ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. ഇന്ത്യ പല സാധനങ്ങളും കയറ്റുമതി ചെയ്യുന്നതിന് പകരം ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ അത് എങ്ങനെ ചെലവഴിക്കാൻ കഴിയും എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ശ്രീ കിറ്റെക്സ് സംരംഭത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ശ്രീ സാബു അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം കിറ്റെക്സ് നിർമ്മിച്ചിരുന്നത് അമേരിക്കൻ മാർക്കറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അവർ ഈ വാൾമാർട്ട് പോലെയുള്ള സ്റ്റോറുകളിലാണ് അത് വിറ്റിരുന്നത്. ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള വലിയ തീരുവ കാരണം അവിടുത്തെ ആളുകൾ അത് മേടിക്കാൻ തയ്യാറാവാതിരുന്നപ്പോൾ ഇവർ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കി. ഇന്ത്യൻ മാർക്കറ്റിൽ അവർക്ക് 3 ഇരട്ടി ലാഭം കിട്ടി. അതുകൊണ്ട് ഇനി അത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമായിട്ട് ഞങ്ങൾ റീബ്രാൻഡ് ചെയ്യാൻ പോകുകയാണെന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയിലെ വിപണി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ തന്നെ പകരമുള്ളൊരു ബദൽ വിപണി ഒരുക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ബദലായിട്ടുള്ള പുതിയ മാർഗ്ഗങ്ങളിലേക്ക്, പുതിയ ഇന്നോവേഷൻസിലേക്ക് നമ്മൾ തിരിയുന്നുണ്ട്. അതേപോലെ തന്നെ സമാന്തരമായിട്ടുള്ള പുതിയ മാർക്കറ്റുകളെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൊരു സമാന്തര മാർക്കറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചൈനയുമായിട്ടൊരു ഏർപ്പാടുണ്ടാക്കുന്നത്. എന്ന് വെച്ച് നമ്മൾ ഈ പറയുന്ന ബ്രിക്സിൻ്റെ കറൻസി പോലെയുള്ള പെർമനൻ്റ് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇടപാടുകൾക്കും നിൽക്കുന്നില്ല. കാരണം അതിൻ്റെയൊക്കെ അവസാനത്തെ ഗുണഭോക്താവ് ചൈനയാവുന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ട്. ഇന്ത്യയുടെ നയതന്ത്രം വളരെ കൃത്യമാണ്. ആ നയതന്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലെസൺ ഇന്ത്യ ഫസ്റ്റ് എന്നുള്ളതാണ്. ഏത് കാര്യത്തിലും ഇന്ത്യയുടെ താല്പര്യത്തെ മാത്രം മുന്നോട്ട് നിൽക്കുക. അതിന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. ഇപ്പോൾ CPM ചൈനയെ പിന്തുണയ്ക്കുന്നത് ചൈനയോടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരില്ല. അത് ചൈന ഇന്ത്യക്കെതിരെ നിൽക്കുമ്പോൾ അവർ ചൈനയെ പിന്തുണയ്ക്കുന്നുണ്ട്. ചൈന ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായി വന്നപ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് നയതന്ത്രത്തിൽ അങ്ങനെയുള്ള ഐഡിയോളജിക്കൽ ആയിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. നമുക്ക് നമ്മുടെ പെർമനൻറ്റ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ മറ്റേ ഈ പറയുന്ന അമേരിക്ക നേരത്തെ നമ്മൾ ഇത് ചെയ്ത സമയത്ത് ഇറക്കുമതിയുടെ കാര്യത്തിൽ നമുക്ക് മേലെ തീരുവ ഏർപ്പെടുത്താൻ തീരുമാനിച്ച സമയത്ത് നമ്മൾ അമേരിക്കക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു. അത് അമേരിക്കയുമായിട്ട് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന സൗഹൃദം നമ്മൾ ആ സമയത്തിന് പ്രശ്നമാക്കിയിട്ടില്ല. ഇപ്പോൾ തുർക്കി പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാന് വേണ്ടി ഡ്രോണുകളും മറ്റുമൊക്കെ തുർക്കി ഉണ്ടാക്കി കൊടുത്തപ്പോൾ നമ്മൾ സൈപ്രസിൽ സന്ദർശനം നടത്തി. കാരണം എന്താ, നമ്മൾ തുർക്കിക്കാണ് അവിടെ മെസ്സേജ് കൊടുക്കുന്നത്, നമ്മൾ ബദലായിട്ടുള്ള സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ തയ്യാറാണെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ ചൈന നമ്മുടെ മേലെ ഈ പറയുന്ന റെയർ എർത്ത് മിനറൽസിന്റെ മേലെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് നമ്മൾ മറ്റുള്ള വലിയ മൈനിങ് രാജ്യങ്ങൾ, അർജന്റീന മുതൽ ഘാന വരെയുള്ള മറ്റ് മൈനിങ് രാജ്യങ്ങളിലേക്ക് ഒരു ആൾട്ടർനേറ്റീവ് മൈനിങ് ഡിപ്ലോമസി തന്നെ നടപ്പിലാക്കി. അങ്ങനെ എവിടെ നമുക്ക് വെല്ലുവിളി വരുന്നുണ്ടോ അവിടെയൊന്നും നിങ്ങളെ മാത്രം ആശ്രയിച്ച് നിൽക്കില്ല, ഞങ്ങൾ ബദലായിട്ടുള്ള മാർഗങ്ങൾ തിരയുമെന്ന് പറയുന്ന ഒരു പുതിയ ഭാരതം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആ നയതന്ത്രത്തിന്റെ ഒരു തുടർച്ചയാണ്, അതിന്റെ ഒരു എലോങ്ങേഷനാണ്. എത്രത്തോളം പൂർണ്ണാർത്ഥത്തിൽ ഫലവത്താണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഉയർന്ന ചോദ്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.